ഇതിനിടെ ശ്രദ്ധേയമായ ഒരു രാഷ്ട്രീയ നീക്കം ബിജെപിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി ബിജെപിയുടെ കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച നടത്തി. കണിച്ചുകുളങ്ങരയിലെ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച. മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ വെള്ളാപ്പള്ളി വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന സാഹചര്യത്തിലാണ് ബിജെപി നേതാവിന്റെ സന്ദർശനം എന്നത് ശ്രദ്ധേയമാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വെള്ളാപ്പള്ളിയെ ഒപ്പം കൂട്ടാനുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഈ കൂടിക്കാഴ്ചയെന്നാണ് വിലയിരുത്തൽ. ആന്റണി രാജു നിയമക്കുരുക്കിൽപ്പെട്ടതോടെ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പോര് ശ്രദ്ധേയമാവുകയാണ്. CPM ഈ സീറ്റ് ഏറ്റെടുക്കാനാണ് സാധ്യത. പൊതു സ്വതന്ത്രനെ ഈ സീറ്റിൽ മത്സരിപ്പിക്കാൻ നീക്കമുണ്ടെന്നും സൂചനയുണ്ട്. ആന്റണി രാജുവിന്റെ കേസ് UDFനും BJPക്കും മുന്നിൽ പുതിയ സാധ്യതകൾ തുറക്കുകയുമാണ്. ആന്റണി രാജുവിനെതിരായ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി വളരെ ആകാംക്ഷയോടെയാണ് മറ്റ് രാഷ്ട്രീയ കക്ഷികളൊക്കെ നോക്കിക്കാണുന്നത്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് BJP ക്യാമ്പ്. അതുകൊണ്ട് തന്നെ ഇത് വീട് കിട്ടിയൊരു അവസരമായി കണ്ടുകൊണ്ട് ഏതു വിധേനയും തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം അത് കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു നീക്കം BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന ഉറപ്പാണ്. പക്ഷേ അവിടെ സ്ഥാനാർത്ഥി ആരാകുമെന്ന കാര്യത്തിൽ അന്തിമമായൊരു ധാരണയിലേക്ക് BJP നേതൃത്വം എത്തിയിട്ടില്ല. അതേസമയം കോൺഗ്രസ് വളരെ കരുതലോടെയാണ് ഈ വിഷയത്തിൽ കൃത്യമായൊരു നിരീക്ഷണത്തിന് ശേഷം മാത്രമേ ഒരു തുടർ നീക്കങ്ങളിലേക്കൊക്കെ കടക്കുകയുള്ളൂ. അതിൽ രണ്ട് തരത്തിലുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. അതിൽ ഒന്ന്, തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം അത് കൃത്യമായി CMPക്ക് വിട്ടു നൽകണം എന്ന വലിയൊരു അഭിപ്രായത്തിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കാരണം UDFന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായി CP ജോൺ ഏറെക്കാലമായി UDFന് വേണ്ടി സമരമുഖങ്ങളിലടക്കം സജീവമായി നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കണം എന്ന അഭിപ്രായം പ്രതിപക്ഷ നേതാവിനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം വട്ടിയൂർക്കാവ് സുരക്ഷിതമല്ല എന്ന ഒരു ഘട്ടം വന്നാൽ അത് കൃത്യമായി K മുരളീധരനെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലേക്ക് എത്തിക്കാനുള്ള ചർച്ചകൾ, ചരടുവലികൾ, അണിയറ നീക്കങ്ങൾ അതൊക്കെ ഒരു വശത്ത് അത്തരത്തിലുള്ള ചർച്ചകളും സജീവമായി തന്നെ നടക്കുന്നുണ്ട്. അവിടെ മറ്റ് പല പേരുകളും, അതായത് KS ശബരിനാഥൻ ഉൾപ്പെടെയുള്ള പേരുകളൊക്കെ നേരത്തെ പറഞ്ഞു കേട്ടതാണ്. പക്ഷേ തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ശാസ്തമംഗലത്ത് നിന്ന് കവടിയാറിൽ നിന്ന് മത്സരിക്കുന്ന സാഹചര്യം, അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ച് തിരുവനന്തപുരം നഗരസഭയിലെ കോൺഗ്രസിന്റെ മുഖമായി KS ശബരിനാഥൻ മാറിയിരിക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ ഇനി സെൻട്രലിലേക്ക് വീണ്ടും പരിഗണിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നതൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും CMPക്ക് തന്നെ ആ സീറ്റ് നൽകിയേക്കുമെന്ന തരത്തിലുള്ള സൂചനകളാണ് ഒടുവിൽ നമുക്ക് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് UDFന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്നൊക്കെ ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും വിശദമായ ചർച്ചകൾക്ക് ശേഷമേ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. അതേസമയം LDFന് സുവർണമായ ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. കാരണം ഈ സീറ്റ് ഏറ്റെടുക്കാൻ ലഭിച്ചിരിക്കുന്ന ഒരു കൃത്യമായ, അതായത് തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് ഏറ്റെടുക്കാൻ ലഭിച്ചിരിക്കുന്ന ഒരു അവസരമാണിത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പാർട്ടി ചിഹ്നത്തിൽ ഒരാളെ അവിടെ മത്സരിപ്പിക്കുമോ അതോ ഒരു സ്വതന്ത്രനെ പിന്തുണയ്ക്കുമോ, ഈ കാര്യത്തിലാണ് ഒരു വ്യക്തത പറയാനുള്ളത്. അതിൽ ചർച്ചകളിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. ഒരു തരത്തിലുള്ള പ്രാഥമിക ചർച്ചകൾ പോലും ഇതിൽ ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് നമുക്ക് ഇന്ന് ലഭിക്കുന്ന സൂചനകൾ.